ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അതേ ടേസ്റ്റിൽ നമുക്കൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് വേണം നിങ്ങൾ കാണാൻ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ചിക്കൻ സൂപ്പിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടുന്നത് ചിക്കൻ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺ ഉള്ള ചിക്കനാണ്, ബോൺലെസ് ചിക്കൻ അല്ല. ബോണും പിന്നെ കുറച്ച് ഫ്ലഷും ഒക്കെ ഉള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഒരു 100-150 ഗ്രാമോളം ചിക്കൻ വരും. ഇനി നമുക്ക് അതിലോട്ട് പൊടികൾ ആഡ് ചെയ്യാം. പൊടികളെന്ന് പറയുമ്പോൾ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ആണെങ്കിൽ ജലദോഷമോ അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ വരുവാണെങ്കിൽ ഇതുപോലത്തെ സൂപ്പൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ട്രൈ ചെയ്താൽ ഞങ്ങൾക്ക് വർക്ക് ആവാറുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തൊണ്ടവേദനയ്ക്കൊക്കെ നല്ല ബെസ്റ്റാണ് സൂപ്പ്. അതിപ്പം ചിക്കൻ സൂപ്പ് തന്നെ വേണമെന്നില്ല, ഏത് സൂപ്പാണെങ്കിലും ബെസ്റ്റാണ്. ഇപ്പം നമുക്ക് ചിക്കൻ കഴിക്കാത്തവർക്കാണെങ്കിൽ വെജിറ്റബിൾ സൂപ്പാണെങ്കിൽ അതും ട്രൈ ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം നമുക്കിതൊരു പുരട്ടി നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്കൊരു അടി കട്ടിയായിട്ടുള്ളൊരു പാത്രം എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പം കുക്കറിലോട്ട് നമുക്കൊരു ഒരു ലിറ്ററോളം വെള്ളം ഒഴിക്കാം. 1 ലിറ്റർ ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല, ഒരു 1/2 ലിറ്ററിൽ കൂടുതൽ വെള്ളം ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. 1/2 ലിറ്ററിൽ വെള്ളം ഒഴിച്ച് നമുക്കതൊരു കുറച്ച് നേരം വെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ചിക്കൻ പീസസ് നമ്മൾ ഈ ചൂടായി വരുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 1 ലിറ്റർ വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി വേണ്ട എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് സൂപ്പായിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കുറയ്ക്കാം. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ഈ കുറച്ച് പീസസ് ആണല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുറച്ച് വെള്ളം എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് എരിവിനായിട്ട് കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പ് നമ്മൾ എപ്പോഴും ഒരുപാട് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ കാര്യം സൂപ്പാണ്, അത് റെഡിയായിട്ട് വരുമ്പോൾ കുക്കായിട്ട് വരുമ്പോൾ ഉപ്പ് ഭയങ്കരമായി പോയാൽ നമുക്കത് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് ഇനി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊന്ന് ആ ഒരു പാത്രം വെച്ച് നമുക്ക് മൂടി വെക്കാം. ഒരു 10 മിനിറ്റോളം നമുക്കത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ അതിൽ സൂപ്പിലേക്ക് വേണ്ടുന്നുള്ള വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് ഓൾറെഡി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണോ അതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സൂപ്പ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 10 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുകയും പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ഒന്ന് സിമ്മിലിട്ടും കൂടെ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഫുൾ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്യരുത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഫ്ലെയിം കുറച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇടയ്ക്കൊന്ന് ഞാൻ ഉപ്പും നോക്കുന്നുണ്ട്. ഉപ്പ് കറക്റ്റാണോ നോക്കിയിട്ട്, ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ പീസസ് കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ ചിക്കൻ പീസസ് എല്ലാം കോരി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് വേണമെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ബീൻസോളം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയൊരു ക്യാരറ്റിൻ്റെ ഒരു പകുതിയില്ല 1/4 ഭാഗം എടുത്ത് അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ്സ് അതും ഒന്ന് കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പയറുണ്ടെങ്കിൽ പയർ കട്ട് ചെയ്ത് പയറും നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഒന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം അത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കിനി ഒരു മിക്സ് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് നമുക്ക് വേണ്ടുന്നത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ അതും നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്ത്, ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത്, എനിക്കെപ്പോഴും മാറിപ്പോകും. അപ്പോൾ അതൊന്ന് അടികട്ടിയായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് അതവണൊക്കെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ നമ്മൾ അതിൻ്റെ എല്ലും അതിൻ്റെ ഫ്ലഷും ഒക്കെ മാറ്റി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം.
ചൂട് മാറിയതിന് ശേഷം വേണം നമ്മളതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പിലോട്ട് നമ്മൾ ചിക്കൻ പീസസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സാണ് നമ്മൾ ഇനി ഇവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് അളന്ന് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാപ്സിക്കം ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ അറിയാം അങ്ങ് തിക്കായിട്ട് വരും. നമ്മുടെ കുറച്ച് ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് തിക്കാവത്തില്ല. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ള മാത്രം മതി. അപ്പോൾ മുട്ടയുടെ വെള്ള ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ സൂപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇനി അതൊന്ന് ഇളക്കാം, ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ സൂപ്പ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിവിടെ ഉണ്ടാക്കാം. നമ്മൾ ചിക്കൻ ഉണ്ടെങ്കിലും വെജിറ്റബിൾസൊക്കെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മളെ ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്